നിർവചനം പറയാതെ രക്ഷപ്പെട്ട മൗലവി നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലിപ്പിട്ടുകൊണ്ട് അയാൾ പ്രഭാഷണം നടത്തുന്നു എന്ന് കേട്ടോളൂ. എന്താണ്? എന്തു നേരം ചെയ്യാൻ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ലാതെ ഏതും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമെന്ന് വരെ അവിടുന്ന് മുജാഹിദുകളുടെ ചോദ്യത്തിന് ഫത്വയായി കൊടുത്തത് നിങ്ങൾ ആദ്യം കാണുക ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയൂല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ. മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്. ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അപ്പൊ കണ്ടങ്ങള് അഭൗതികമായ സഹായങ്ങൾ പോലും അല്ലാഹുവല്ലാത്ത ആളുകൾ ചെയ്യും. അഭൗതികം എന്ന് എന്താ? നേക്കുന്നതിനുള്ള ആ നേക്കുന്നതിന് ചെയ്യുന്ന സഹായമല്ലാത്തത്. കണ്ടങ്ങള് അയാള് കണ്ടങ്ങൾ ചോദിച്ചല്ലോ, നമ്മളിഞ്ഞ അയാളെ കണ്ടങ്ങൾ എന്നപ്പോ ഞാൻ ചോദിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം. ഇയാള് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ക്ലിപ്പിട്ട്, അപ്പതാ മടവൂരിന്റെ നേതാവ് കരിമ്പിരാക്കൽ വരുന്നു. ഇയാളും ക്ലിപ്പിട്ട് ഫൈസൽ മൗലവിന്റെ ക്ലിപ്പിട്ടിട്ട് ചോദിച്ചു, അല്ല മൗലവി, നിങ്ങൾക്ക് നെല്ലിക്കുത്ത് ഉസ്താദിനെ എതിർക്കാൻ എന്താ അവകാശം? നിങ്ങളും പറയുന്നില്ലേ മലക്കും ചിന്നും സഹായിക്കും? നിങ്ങൾ രണ്ടും കണക്കന്നല്ലേ എന്ന് അപ്പുറത്തെ മൗലവി. കേട്ടോ, ഇപ്പൊ ഓലമ്പ് തന്നെ തല്ല വെക്ക്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് അഭൗതികമായ സഹായങ്ങൾ നമുക്ക് ലഭിക്കുവാനുള്ള പല മാർഗങ്ങളും ഇവിടെ സമർത്ഥിക്കുകയാണ്. എന്നാൽ അത് ശരിയല്ല എന്നാണ് അവരോട് മറുപടി പറയുമ്പോൾ നമ്മൾ ഫൈസൽ മുസ്ലിയാർ സംസാരിക്കുന്നത്. ഫൈസൽ മുസ്ലിയാരാണോ അല്ല എന്നുള്ളത് വേറെ പറയണം, അത് മൗലവിമാർ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതിനെ എതിർത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്നാൽ അതേ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ വാദഗതികൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ കെ സക്കരിയ സുലാഹി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസാരം